ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. നമ്മുടെ സ്റ്റോറിക്കുള്ള കുറച്ച് മെറ്റീരിയൽസും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോകാൻ കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വിച്ചും കൂടി വരുന്നുണ്ട്. തൃശ്ശൂർക്കാണ് കേട്ടോ പോകണത്. നമ്മളിന്നൊരു 3-4 ഷോപ്പിൽ കയറി നോക്കി സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച് പോകണ്ട, കാരണം നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല മഴ കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും പോവാം, കാരണം ഇനി ടൈമില്ല, മെറ്റീരിയൽസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. എന്നെ പിക്ക് ചെയ്യാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ദാ വണ്ടിയിൽ കയറിയിട്ടോ. വിച്ചു ആണ് ഓടിക്കണത്. അപ്പോഴേക്കും വിച്ചുവിൻ്റെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. വിച്ചുവിൻ്റെ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എൻ്റെ വണ്ടിയിലാണ് പോണത് കേട്ടോ. അങ്ങനെ കോളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്. ഇപ്പോൾ മഴയില്ല കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ മഴയില്ല, വെയിലില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. എന്താ വെച്ചു നമ്മളിന്ന് തൃശ്ശൂരുള്ള 2-3 ഹോൾസെയിൽ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഒരൊറ്റ ഷോപ്പിലാണ് പോകാറുള്ളത്, കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗണിലേക്ക്, കുര്യച്ചെറിയിലുള്ളത്. അപ്പോൾ 2-3 ഷോപ്പ് വേറെയും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യത്തെ ഒരു ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് കാര്യമായിട്ട് അവിടെ ഒന്നും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇഷ്ടമായതൊക്കെ അവിടെ കഴിഞ്ഞു പോയേക്കണം. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവളായിട്ട് സംസാരിച്ചിരുന്നു. ഇവൾ എൻ്റെ കൂടെ LF പഠിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും ബാൻഡ് സെറ്റിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. അങ്ങനെ അവളായിട്ട് സംസാരിച്ച് ഇന്ന് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളിന്ന് 2-3 ഷോപ്പിൽ കയറി അന്വേഷിച്ചിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തത് പോയത് ഒരു മാക്സിയുടെ മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് മാക്സി മെറ്റീരിയൽ വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ട് നല്ലൊരു ഷോപ്പ് നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഷോപ്പിലെത്തി. പക്ഷേ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാനത് നോട്ട് ചെയ്തില്ല കേട്ടോ. പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽ മാക്സിയുടെ. ഞാൻ കുറേയൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് പിന്നെ അജ്രക്കും അതുപോലെ തന്നെ ലിനനും അങ്ങനത്തെ കലങ്കാരി ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ നോക്കിയത്. ഞാൻ ബോർഡ് എടുത്തില്ല അല്ലേ, പേര് എനിക്ക് തോന്നുന്നു എന്തോ AC കളക്ഷനോ EB കളക്ഷനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുര്യച്ചെറിയ പോണ വഴിയിലാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ കുറേ മാക്സി മെറ്റീരിയൽസ് ഒക്കെ നോക്കി. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. ആദ്യം എന്താ എടുക്കാഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരേ പാറ്റേണിലുള്ള 3 കളറായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ റെഡ്, മെറൂണ്, ബ്ലാക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഓരോന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ 3 എടുക്കണം. പക്ഷെ എനിക്ക് ചില കളേഴ്സ് ഒന്നും അങ്ങനെ എന്താ പറയുക അത്ര എനിക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ആദ്യം അവിടെ നിന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ ഒരുപാട് മാക്സി ഒക്കെ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നല്ല പാറ്റേൺ ആണ് കേട്ടോ. മെറൂണ്, നേവി ബ്ലൂ, അതുപോലെ തന്നെ റെഡ്. ഒരുവിധം എല്ലാം ഈ ഒരു ഷെയ്ഡ്സിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒന്നും എടുക്കാണ്ട് ചേച്ചിയോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ സ്ഥിരം പോകുന്ന കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗണിലേക്കാണ് പോണത്, കുര്യച്ചെറിയ ഉള്ളത്. ഫൈനലി നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു 2 വീക്ക് മുൻപാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഇപ്രാവശ്യം എന്താ കുറച്ച് അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം പോളിസ്റ്റർ മിക്സ് ആയിട്ടാണ് വരുന്നതാണ് കേട്ടോ. കോട്ടണിൽ കുറവാണ്. ഇതൊക്കെ പോളിസ്റ്റർ മിക്സ് ആണ്. ഇതിൽ ചില ഡിസൈനൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ. കുറേയൊക്കെ ഓൾഡ് എന്താ പറയുക പ്രിൻ്റ് അല്ലെങ്കിൽ ഓൾഡ് മോഡൽ, ഓൾഡ് ഫാഷൻ ടൈപ്പ് സാധനങ്ങളായിരുന്നു. പുതിയ മോഡലായിട്ട് അധികം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കലങ്കാരിയിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അജ്രക്കിൻ്റെ കുറച്ച് പോളിസ്റ്റർ മിക്സ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇൻഡിഗോ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം മെയിനായിട്ട് പോയത് ഇൻഡിഗോ അതുപോലെ തന്നെ അജ്രക്കും എടുക്കാനാണ്. കാരണം ഇത് രണ്ടാണ് നമ്മുടെ സ്റ്റോറിന് ഏറ്റവും കൂടുതൽ സെയിലായി പോണത് കേട്ടോ. കൂടുതൽ സെയിലായി പോണത് ഇൻഡിഗോ ആണ്. നമ്മളൊരു 4-5 പാറ്റേൺ തന്നെ ഇൻഡിഗോൻ്റെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോറിൽ. പെട്ടെന്ന് തന്നെ സെയിലായി പോകും. നമ്മൾ എന്താ പറയുക മേടിച്ചോടുന്നു 2 ദിവസത്തിനുള്ളിൽ സെയിലായി പോട്ടാം. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോഴേക്കും നമ്മുടെ അടുത്തുള്ള ഒരു ഇൻഡിഗോൻ്റെ മെറ്റീരിയൽ ഫുള്ളായിട്ട് തീർന്നു കേട്ടോ. പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ ഇൻഡിഗോയുടെ മെറ്റീരിയലൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് മെറ്റീരിയലൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് നോക്കിയിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് ഡ്രസ്സ് ഹോൾസെയിലായിട്ട് എവിടെയാണ് കിട്ടുകയെന്ന്.
ഈ ഒരു ഷോപ്പിൽ കിട്ടും കേട്ടോ. അതായത് കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗണിൽ കിട്ടും. നമ്മൾ പോയി അന്വേഷിച്ചു. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓണത്തിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ റെഡിമെയ്ഡ് ഒന്നും മേടിച്ചില്ല കേട്ടോ. നമ്മൾ മെറ്റീരിയലാണ് മേടിച്ചത്. കാരണം നമ്മൾ ഇതുവരെയായിട്ട് റെഡിമെയ്ഡ് അങ്ങനെ ബൾക്കായിട്ടൊന്നും കുറേ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല. നമുക്ക് സെയിലായി പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് ആണ് എടുത്തത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ കോമഡി പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് ചിരിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. വിച്ചുവിനാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ആളാണെങ്കിൽ ഉച്ചത്തെ ഫുഡ് കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മൾ പോയത് നമ്മൾ മുൻപ് പോയ ആ ഒരു മാക്സിയുടെ ഷോപ്പിലേക്കാണ് കേട്ടോ. എനിക്ക് ആ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു റെഡും അതുപോലെ തന്നെ മെറൂണും നേവി ബ്ലൂവും വരുന്ന വേറൊരു പ്രിൻറ്റ് വരുന്നത് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലും കുറച്ച് മേടിക്കാമെന്ന്. അങ്ങനെ ഞാൻ അതും കുറച്ച് മേടിച്ചു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ മെറ്റീരിയൽ കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നെഹദിൽ പോയി കേട്ടോ. മന്തി കഴിക്കാനായിരുന്നു കേട്ടോ പോയത്. വിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി. അങ്ങനെ ഞാനൊരു പെരി പെരി അൽഫാം മന്തിയും വിച്ചു ചിക്കൻ്റെ നോർമൽ മന്തിയാണ് തോന്നുന്നുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ കണ്ടോ എൻ്റെ ക്യാമറ കവർ ചെയ്ത ഒരാൾ ചെയ്യണത്. എന്നെ വീഡിയോ എടുക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. നമ്മൾ ഫുഡ് കഴിച്ചു. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആ മെറ്റീരിയലൊക്കെ എടുത്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കുറച്ചധികം മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അജറക്ക് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിഗോയിൽ 2 ടൈപ്പ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ കോട്ടൺ അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ആണ് കേട്ടോ മേടിച്ചേക്കുന്നത്. ഇതൊക്കെ ദാ ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. റെഡ്, ഒരു നേവി ബ്ലൂ, ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡും അതുപോലെ തന്നെ മെറൂണാണ് വരുന്നത് ഇതിൽ. പിന്നെ ഇത് റെഡ് ആൻഡ് മെറൂൺ അജ്രക്കാണ്. ഈ ക്യാമറയിൽ കാണുന്ന ഷെയ്ഡേ അല്ല കേട്ടോ. കുറച്ച് നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഇൻഡിഗോ കാന്ത കോട്ടണിലും അതുപോലെ തന്നെ നോർമൽ കോട്ടണിലും ഇൻഡിഗോ ഇറക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ സെയിലായി പോയത് ഇൻഡിഗോ ആണ് കേട്ടോ. പിന്നെ നോർമൽ കോട്ടണിൽ വരുന്ന ബ്ലാക്കിൽ വരുന്ന ഇറക്കിയിട്ടുണ്ട്. നമ്മളിൽ ബ്ലാക്ക് വളരെ കുറവാണ്. ബ്ലാക്ക് ഇറക്കിയിട്ടുണ്ട്.